ഇതുണ്ട്, ഇതെൻ്റെ ബെഡ്. അതിന് താഴെ കിടന്ന മാറ്റ്, 2 പില്ലോള്. എൻ്റെ ബെഡ്ഷീറ്റിൽ നിന്നും കണ്ട്, ബെഡ് കവറിൽ നിന്നും കണ്ട് 2 കിട്ടിയത് അമ്മ പറഞ്ഞു. അപ്പം അങ്ങനെ ഇന്ന് രാവിലെ എൻ്റെ കണ്ടുള്ള ഏറ്റവും വലിയ പിന്നെ ബെഡ് കട്ടിൽ തിരിച്ചിട്ടു. ഇനി പിന്നെ താഴെ ഹീറ്റടിക്കാൻ പോവാ അല്ലേ? ഇവിടെ നിന്ന് ഉണ്ടാവുമോ ഇല്ലെന്ന് നമുക്ക് അറിയത്തില്ല. എന്നാലും ജസ്റ്റ് ഫോർ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കാണിക്കുന്നത്. അതുണ്ടോ അമ്മ? ഇന്ന് 10 ദിവസമായല്ലേ? താഴത്തെ കട്ടിലാണ് പ്രശ്നം. എനിക്ക് ഇതേപോലെ നമ്മൾ വിചാരിച്ച ചെരിച്ചിടാൻ പറ്റാതെ വലിയ കട്ടിലല്ലേ. ഞാൻ താഴത്തെ ബെഡ് ഡിസ്പോസ് ചെയ്യണം. വലിയ ബെഡും അനക്കാൻ പറ്റില്ല. ഇതിപ്പോ അമ്മയുടെ ഇവിടെയൊക്കെ നീരാ. എന്റെ നെഞ്ചിന്റെ അവിടെ എല്ലാം നീരാ. എന്റെ കൈയാണ്. ഇങ്ങോട്ട് മാറി കാണട്ടെ. 1 മിനിറ്റ്. ഇവിടെ നീര് ഇതുണ്ടോ? ഈ കാണുന്ന നീരാത്. അത് ഈ കൈ സർജറി കഴിഞ്ഞ കൈയല്ലേ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോ പെട്ടെന്ന് നീരാവും. കട്ടിയുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ദിവസം എന്റെ പരിപാടി തുടങ്ങിയിട്ട്. കുറച്ചോ? 10 ദിവസമായി തുടങ്ങിയിട്ടിപ്പോ. അപ്പൊ അത് കുറച്ച് നേരം ഇങ്ങനെ കിടക്കട്ടെ. പാലിട്ട് വെച്ചാല് മതി. വാ, ഈ വെയിലത്ത് വെക്കാൻ. പറ. എന്തുവാ അത്? ഇതിപ്പോൾ എവിടെ നിന്ന് കിട്ടിയതാ? ഇപ്പോഴോ? എവിടുന്ന് കിട്ടിയോ? അപ്പോൾ അമ്മ ഇല്ലെന്ന് പറഞ്ഞു. കട്ടില എവിടെ നിന്നാ കിട്ടിയ? കട്ടില എവിടെ നിന്നാ കിട്ടിയെന്ന് പറ. കട്ടില എവിടെ നിന്നാ കിട്ടിയെന്ന്. കട്ടിലേക്ക് ഹീറ്റ് അടിച്ചല്ലേ, അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യുക. ഇനി മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റേ ബെഡ് എടുത്ത് ഇങ്ങോട്ട് ഇടാം. ഇന്ന് എനിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല അമ്മ. അഡ്ജസ്റ്റ് ചെയ്യാം. കെട്ടിയിടുന്ന മതി. എന്തെങ്കിലും കുറയ്ക്കാൻ പോലെ ഇത് കുറഞ്ഞാലോ? എന്റെ ഈ ടേബിളിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുത്ത് മാറ്റി മതിയെന്ന്. തുണിയുടെ അവിടെ അമ്മച്ചിയുടെ ഈ ടേബിളല്ലേ ആവശ്യമില്ലാത്ത സാധനം എടുത്തോളൂ. ഇതെന്തിനാണ് വെച്ചേക്കുന്നത്? അതൊക്കെ അറിയാനിടാ. മറ്റേ തൽക്കാലം ചൂരൽ ചേർന്ന് എടുത്ത് വെക്കടാ. തുടക്കാൻ പോകണം. ആ ടേബിളിനുള്ളിൽ വേണേൽ ഹിറ്റ് അടിച്ചോ. ആ ടേബിളിനുള്ളിൽ വേണേൽ ഹിറ്റ് അടിച്ചോളാം. അവിടെ എന്താ വയ്ക്കുക?
തരാം. വാ. ഒരു മിനിറ്റ്. ഞാനിവിടെ വീട് പോയതേ. ഇവിടെ അങ്ങനെ കട്ടിലിന്റെ അപ്പുറത്തോട്ട് നിൽക്കും. അങ്ങനെ പുറത്തു ഹായ്, അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ ഈ പ്രാണിയുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഉൾപ്പെടുത്താതിരിക്കാൻ മാക്സിമം ശ്രമിക്കാം. കാരണം നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഇപ്പോഴും താഴത്തെ റൂമിൽ പ്രാണിയുടെ ശല്യമുണ്ട്, പുറത്ത് പ്രാണിയുടെ ശല്യമുണ്ട്. സ്റ്റിൽ അതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. അപ്പം എന്തായാലും കൂടുതൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കും. ഇനി കുറേ കഴിഞ്ഞിട്ട് പറയാം, അല്ലെങ്കിൽ എങ്ങനെയാലും അത് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ എല്ലാം പുതിയ ബെഡൊക്കെ മേടിക്കും, അതങ്ങ് അങ്ങനെയൊക്കെയുള്ളത് കാണിക്കാം. അല്ലാത്ത അവസ്ഥകൾ കാണിക്കുന്നില്ല എന്ന് വെക്കാം. ഓക്കെ, അല്ല കാണണമെന്നാണ് നിങ്ങൾ കമൻറ്റിലൂടെ കാണിക്കാം. നിങ്ങളുടെ ഒരു ചോയ്സ് അനുസരിച്ച്. അപ്പോൾ ഏതായാലും ശരി, നമുക്ക് നാളെ കാണാം. ബൈ.